അങ്ങനെ ഇന്നലത്തെ കിച്ചൺ ക്ലീനിങ്ങിന്റെ ബാക്കി ഭാഗമായിട്ട് ദേ കുറച്ച് സ്റ്റോറേജ് ബോക്സസ് ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കലാണ് ഇന്നത്തെ പരിപാടി. ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. രാവിലെ ഒരു 10 മണി വരെയും പിന്നെ ഈവനിങ് ഒരു 4-ന് ശേഷമാണ് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സമയം കണ്ടെത്തുന്നത് കേട്ടോ. അതിനിടയിലുള്ള വെയിൽ കൊള്ളാൻ അത്ര രസമൊന്നുമില്ലെന്നേ. ഈവനിങ് ആയി കഴിഞ്ഞാൽ അകത്തിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് നടക്കുമ്പോഴാണ് ഒരാശ്വാസം. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുകളിലത്തെ പറമ്പ് ഫുള്ള് റബ്ബറാണേ. ആ പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഒരു കുളിരാട്ടോ. കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു കേട്ടോ ബാക്കിയുണ്ടായിരുന്ന റബ്ബർ എല്ലാം വെട്ടിക്കളഞ്ഞത്. അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ അറിയാനുമുണ്ട് കേട്ടോ. ചൂട് അതിനും മാത്രമുണ്ട്. ഞങ്ങൾ മുറ്റത്തുനിന്ന് പറമ്പിലേക്ക് ഇറങ്ങുന്ന ഈ ഭാഗം ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് പുല്ലും പള്ളയൊക്കെ ആയിട്ട് വൃത്തികേടായിട്ട് കിടന്നിരുന്നായിരുന്നു കേട്ടോ. ഈയിടെയാണ് ഇങ്ങനെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തേ. വൈകുന്നേരം സമയം ആകുമ്പോഴത്തേക്കും ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്കവാറും സമയങ്ങളിൽ ഞങ്ങളിങ്ങനെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കും കേട്ടോ, വർത്താനമൊക്കെ പറഞ്ഞ്. ചെടികൾ വെക്കാനുള്ള ഓർഗനൈസേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെടിനടിയിലൊക്കെ ഭയങ്കര സ്ലോ ആണേ. കുറച്ച് ദിവസങ്ങളായിട്ട് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഹോളി വീക്കിന്റെ തിരക്കുകളും ആയല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരണം. ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് കത്തിച്ച് കളയാനുണ്ടായിരുന്നേ. കുറച്ച് ദിവസങ്ങളായി എടുത്തു വെച്ചിട്ട് ഇടയ്ക്ക് മഴ പെയ്തിരുന്നത് കൊണ്ട് പെൻഡിങ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ലീനിങ് തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടാകും കേട്ടോ. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ, അതായത് ഞങ്ങൾ പഴയ വീട്ടിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ ബോക്സിലാക്കി കെട്ടിപ്പെറുക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഡ്രസ്സസ് ഉണ്ടായിരുന്നു, ബുക്സ് ഉണ്ടായിരുന്നു, ഇതുപോലുള്ള പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒറ്റയ്ക്കെടുത്ത് കളയാൻ പറ്റുന്നില്ലായിരുന്നു. കളയാൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനിപ്പോൾ കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചോദിച്ചു വരുമോ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ. ഇപ്പം അച്ഛൻ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കറക്റ്റായിട്ട് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മാറ്റി വെച്ച് കത്തിച്ച് കളയേണ്ടതൊക്കെ കത്തിച്ച് കളഞ്ഞു. പിന്നെ ഡ്രസ്സസ് ഒക്കെ നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് നമ്മൾ കത്തിച്ച് കളഞ്ഞത്. അല്ലാതെ നമുക്ക് ചെറുതായി പോയതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പേപ്പേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കത്തിച്ച് കളയുക ചെയ്യുന്നത്. ഇതാണെങ്കിലും മഴയത്ത് നനഞ്ഞു പോയിട്ട് അപ്പച്ച വെയിലത്തോട്ട് എടുത്തിട്ട് ഉണക്കിയതാണ് കേട്ടോ. ഇരട്ടിപ്പണിയായി പോയി.